ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മള് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ റിലേഷൻ ഫംഗ്ഷനിലെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തത്. അതെ, ആ സെക്ഷനും അതിന്റെ പ്രോബ്ലംസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലെ. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്തായിരുന്നു? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആണ്. അതിലെ റിലേഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻസ് എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫംഗ്ഷൻസിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അടുത്ത വർഷമാണെങ്കിൽ പോലും നമുക്ക് റിലേഷൻസും ഫംഗ്ഷനും ഒക്കെ വളരെ ആധികാരികമായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പം ഇന്ന് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആ ബേസ് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിന്റെ ആ ഒരു അല്ലെങ്കിൽ റിലേഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് ഫംഗ്ഷൻസിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോ എന്താണ് റിലേഷൻ? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ റിലേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ് റിലേഷൻ. നമുക്ക് അതിന്റെ മീനിങ് നോക്കിയാൽ ബന്ധമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരാളെ വെച്ചുകൊണ്ട് ബന്ധം എന്ന് പറയാൻ പറ്റും, ഒരാളുടെ ബന്ധം എന്ന് പറയാൻ പറ്റും? ഇല്ല. അപ്പൊ ഒരു രണ്ടുപേര്, ഏറ്റവും മിനിമം ഒരു രണ്ടുപേര് വേണം അല്ലെ. ആ രണ്ട് പേര് തമ്മിലുള്ള ബന്ധമല്ലേ, ആ റിലേഷൻസ് അല്ലേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് സെറ്റിനകത്ത് റിലേഷൻ പറയുമ്പോൾ ആ രണ്ട് പേര് എന്നുള്ളത് മാറിയിട്ട് രണ്ട് സെറ്റുകളാവും. അപ്പൊ രണ്ട് സെറ്റുകൾക്കിടയിലുള്ള റിലേഷൻ. ഇപ്പൊ എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റുകൾ, ഇവിടെ എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അപ്പം റിലേഷന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതായത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. സാധാരണയായിട്ട് റിലേഷൻസ് ക്യാപിറ്റൽ ആർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എ ക്രോസ് ബിയുടെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സെറ്റ് ആണ്. ആ ഒരു സെറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ആർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് ഈ ആർ എങ്കിൽ ആർ സബ്സെറ്റ് ഓഫ് ഏതാണ്? എ ക്രോസ് ബി ആണ്. ഓക്കെ ആണല്ലോ. മറ്റു രീതി ഇപ്പൊ എയിലെ ഒരു എലമെന്റ് ആണ് എക്സ്, ബിയിലെ ഒരു എലമെന്റ് ആണ് വൈ എന്നിരിക്കട്ടെ. എക്സിന് വൈയോട് ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് റിലേറ്റഡ് ടു വൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സിന് വൈയോട് റിലേഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ പറഞ്ഞ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രണ്ട് സെറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. ഇപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ് എ ബി സി. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് അനു, ബിനു ആൻഡ് then ദിയ. ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ഇവിടെ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് എഴുതാം. എ അനു, എ ബിനു, എ ആൻ, then A ദിയ, അതേപോലെ ബി അനു, ബി ബിനു, ബി ആൻ, then ബി ദിയ, സി അനു, സി ബിനു, സി ആൻ, സി ദിയ. ഇതല്ലേ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇതല്ലേ സെറ്റ്? അപ്പോ മാക്സിമം വരുന്ന ഓർഡേർഡ് പെയേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. ഒരു റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് ആയിരിക്കും അല്ലെ. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സെറ്റ് ആണല്ലോ. ഇവിടെ ഞാൻ ഒരു റിലേഷൻ ആർ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് വൈ ആണ്. എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫസ്റ്റ് ലെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് വൈ. വൈ എന്ന് പറയുന്ന ഒരു നെയിം ആണ്, അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് എക്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ വരും നോക്കി, അനു എ വരത്തില്ലേ? എ അനു. ദെൻ ഇവിടെ പിന്നെ ഏതുണ്ട്? എ ആൻ.
ബി ബിനു. വേറെ വല്ലതും വരുന്നുണ്ടോ? വേറെ ഒന്നും വരുന്നില്ല അല്ലെ? ഇത്രയല്ലയോ ഈ പറഞ്ഞിരിക്കുന്ന റിലേഷനിലെ എലമെന്റ് വരുന്നത്. അപ്പം ഇവിടെ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ടോ? 12 എലമെന്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ റിലേഷനകത്ത് എത്ര എലമെന്റ്സ് ആവുന്നത്? 3 എലമെന്റ്സ് ആണ്. പക്ഷേ ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഈ എലമെന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യും. ആ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റുകളുടെ ഇടയിലാണ്. ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സെറ്റുകളുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ആ റിലേഷൻസിനകത്ത് എലമെന്റ്സും എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ തന്നെയാ? ഓർഡേഡ് പെയേഴ്സ് ആയിട്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് അതിന്റെ ഒരു യൂഷ്വൽ വേ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇതേ റിലേഷൻ തന്നെ മറ്റൊരു രീതിയിൽ കാണിക്കാം. ഇപ്പോ ഈ രണ്ട് സെറ്റുകൾ ഞാൻ ഇങ്ങനെ എഴുതുന്നതിന് പകരം വേറൊരു ഫോർമാറ്റിൽ എഴുതുകയാണ്. ഇവിടെ എ ബി സി, ഇതല്ലേ എ എന്ന് പറയുന്ന സെറ്റ്. ബി എന്ന് പറയുന്ന സെറ്റ് എന്തുവായിരുന്നു? അനു, ബിനു ആൻഡ് ദെൻ ദിയ. ഓക്കെ, ഇവിടെ നിന്ന് റിലേഷൻസ് എങ്ങനെയാ പോകുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ഒരു റിലേഷൻ പറയുന്നു. പറയുന്നത് എങ്ങനെ പോകും? എയിൽ നിന്ന് അനു ആനിലേക്ക് ഉണ്ടായിരുന്നു, ബിയിൽ നിന്ന് ബിനു. ഓക്കെ, ഇപ്പോ നമുക്ക് ഇതിന്റെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസിംഗ് റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ? ഇങ്ങനെ റിലേഷനെ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന രീതി, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആരോ ഡയഗ്രം എന്ന് വിളിക്കും. ഒരു റിലേഷന്റെ ആ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് എന്ന് പറയുന്നത് ആരോ ഡയഗ്രം. ഓക്കെ, ഇവിടുന്ന് എയിലേക്ക്, എയിൽ നിന്ന് ഉള്ള റിലേഷൻ ബിയിലേക്കുള്ള എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, ആ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള ആ റിലേഷന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ആരോ ഡയഗ്രം എന്ന് പറയും. പിടികിട്ടുന്നുണ്ടല്ലോ? അപ്പം എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എ ബി രണ്ട് സെറ്റുകൾ, ആ സെറ്റുകളുടെ ഇടയിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതിനെ അതിന്റെ പിക്ചർ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസിംഗ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആരോ ഡയഗ്രാം. അതിങ്ങനെ ആരോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ എയ്ക്ക് ഏതിനോടൊക്കെയാണ് റിലേഷൻ? എയ്ക്ക് അനുവിനോടും അതുപോലെ ആനിനോടും, അതുപോലെ ബിക്ക് ബിനുവിനോട്. സിക്ക് ഏതിനോടെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ ദിയക്ക് ഇവിടെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ? വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടോ? അപ്പം ഇതാണ് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന റിലേഷൻ. ആ റിലേഷന്റെ ആരോ ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു കാര്യം, ഇപ്പൊ നോക്കിയാൽ നമ്മളിവിടെ റിലേഷൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ, അതിപ്പം ആർ ആണെങ്കിൽ നമുക്ക് അതിനെ സിംബോളിക് ഇങ്ങനെ എഴുതാം. ആർ രണ്ട് കുത്തിട്ടിട്ട് എ ടു ബി. ഇത് ആർ സച്ച് ദാറ്റ് എ ടു ബി എന്നല്ല വായിക്കുന്നത്. റിലേഷൻ ആർ ഫ്രം എ ടു ബി എന്നാണ്. ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആണ്. അത് ഇങ്ങനെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇമേജ് ആൻഡ് പ്രീ ഇമേജ്. എന്താണ് ഇമേജ്, എന്താണ് പ്രീ ഇമേജ്? അപ്പൊ നിങ്ങൾക്ക് ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നമ്മളിപ്പോ കുറച്ച് ടേംസ് പഠിക്കുന്നുണ്ട്. ഈ ടേംസ് എല്ലാം ഇതുപോലെ തന്നെ ഫംഗ്ഷനകത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ പഠിക്കുന്ന ടേംസുകൾ ഓരോന്നും എന്താണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇമേജും പ്രീ ഇമേജും. എന്താണ് ഇമേജ്, എന്താണ് പ്രീ ഇമേജ്? നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ റിലേഷൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എഴുതാം. ആ റിലേഷൻ എന്ന് പറയുന്നത് എന്തുവായിരുന്നു? സെറ്റ് എ അനു, എ and then B bin. ഇതായിരുന്നു ആ റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? എ ബി രണ്ട് സെറ്റുകളുണ്ട്. ആ റിലേഷന്റെ ആരോ ഡയഗ്രം ഉണ്ട്. ഇത് ആ റിലേഷന്റെ ഏത് ഫോർമാറ്റാ? എല്ലാ എലമെന്റ്സും എഴുതി പോവുകയാണെങ്കിൽ അത് ഏതാ? റോസ്റ്റർ ഫോം ആണ്. ഓക്കെ ആണല്ലോ? നമ്മൾ ആദ്യം എഴുതി കാണിച്ച എക്സ് സച്ച് ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് വൈ എന്ന് എഴുതിയത് അതിന്റെ ഏത് ഫോർമാറ്റ് ആണ്? സെറ്റ് ബിൽഡർ ഫോർമാറ്റ് ആണ്. അപ്പൊ അവിടെ തന്നെ ഒരു കാര്യം ഓർത്തോളുക. ഒരു റിലേഷനെ അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? ഒന്നെങ്കിൽ അതിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതാം, ഇല്ലെങ്കിൽ അതിന്റെ ഏത് ഫോമിൽ എഴുതാം? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. സെറ്റ് ആയതുകൊണ്ട് സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് രീതിയിലും റിലേഷനെയും, റിലേഷൻ എന്ന് പറയുമ്പോഴും അത് എന്ത് തന്നെയാണ്? അതൊരു സെറ്റ് ആണ്. ഓക്കെ, നോക്കിയപ്പം ഇമേജ് ആൻഡ് പ്രീ ഇമേജ് ഇതല്ലേ അവിടെ പറയാൻ വന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു എലമെന്റ് എടുത്തു. ഏതാ എടുത്തത്? എ എൻ.
ഈ ഒരു എലമെന്റ് നമ്മൾ നോക്കുമ്പോൾ റിലേഷനകത്ത് ഒരു എലമെന്റ് അല്ലേ ഇത്, ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഈ ഒരു എലമെന്റിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇമേജും പ്രീ ഇമേജും പറയാൻ പോകുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ എയുടെ ഇമേജ് ആണ്, എ എലമെന്റ് അല്ല, ഇവിടെ എ അനു ആണ് ഒരു എലമെന്റ്, റിലേഷൻ ഒരു എലമെന്റ്. അതിലെ ആ ഓർഡേഡ് പേഴ്സ് നോക്കുകയാണെങ്കിൽ അതിലെ എയുടെ ഇമേജ് ആണ് എന്ന് പറയുന്നത് അനു എന്ന് പറയുന്നത്. എയുടെ ഇമേജ് ആണ് അനു, തിരിച്ച് അനുവിന്റെ പ്രീ ഇമേജ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പറയുകയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന ഒരു എലമെന്റ് റിലേഷനകത്ത് ഉണ്ടെന്നിരിക്കട്ടെ. എന്താണ് ഓർഡേഡ് പെയർ എക്സ്? ഞാൻ പറഞ്ഞ റിലേഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ റിലേഷൻ എലമെന്റ് എപ്പോഴും ഓർഡേഡ് പെയർസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തു. ആ ഓർഡേഡ് പെയർസിനകത്ത് സ്വാഭാവികമായിട്ടും രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് എൻട്രീസ് കാണുമല്ലോ. അതില് ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആയിരിക്കും സെക്കൻഡ് എലമെന്റ്, തിരിച്ച് സെക്കൻഡിന്റെ പ്രീ ഇമേജ് ആയിരിക്കും ഫസ്റ്റ് എന്ന് പറയുന്നത്. ഹിയർ വൈ ഇസ് ദ ഇമേജ് ഓഫ് എക്സ് ആൻഡ് എക്സ് ഇസ് ദ പ്രീ ഇമേജ് ഓഫ് വൈ. വൈ എന്ന് പറയുന്നത് എക്സിന്റെ ഇമേജ് ആയിരിക്കും. എക്സിന്റെ ഇമേജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈ ആണ്. വൈയുടെ പ്രീ ഇമേജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. പിടി കിട്ടുന്നുണ്ടോ? അപ്പോ ഇത്രയേ ഉള്ളൂ. ഒരു ഓർഡേഡ് പെയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു റിലേഷനകത്തെ ഒരു ഓർഡേഡ് പെയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജും ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡിന്റെ പ്രീ ഇമേജ്. ഒന്നിന്റെ ഇമേജ് മറ്റൊന്നിന്റെ പ്രീ ഇമേജ്, അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് വെറുതെ ഒരു ഇപ്പോ എക്സ് ഇമേജ് ആണ് വൈ പ്രീ ഇമേജ് ആണ് അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്നത്. എക്സിന്റെ ഇമേജ് ആണ് വൈ, വൈയുടെ പ്രീ ഇമേജ് ആണ് എക്സ്. ഇവിടെ എയുടെ ഇമേജ് ആണ് അനു, അനുവിന്റെ പ്രീ ഇമേജ് ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എയ്ക്ക് എത്ര ഇമേജ് ഉണ്ട്? ഇവിടെ എയ്ക്ക് രണ്ട് ഇമേജുകളുണ്ട്. എയുടെ ഇമേജ് എന്ന് പറയുന്നത് അനു, അതുപോലെ ആനും വരുന്നുണ്ട്. തിരിച്ച് അനുവിന്റെ ഇമേജ് ആയിട്ട് പ്രീ ഇമേജ് ആയിട്ട് എ വരുന്നുണ്ട്. അതുപോലെ ആന്റെ പ്രീ ഇമേജ് ആയിട്ട് എ വരുന്നുണ്ട്. ബിനുവിന്റെ പ്രീ ഇമേജ് ആയിട്ട് ബി വരുന്നുണ്ട്. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ എന്താണ് ഇമേജ്, എന്താണ് പ്രീ ഇമേജ് എന്ന് കിട്ടിയോ? ഒന്നുകൂടി ഒന്ന് പറയാം. എന്താണ് ഒരു റിലേഷനകത്തെ ഒരു ഓർഡേഡ് പെയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജും ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡിന്റെ പ്രീ ഇമേജുമാണ്. പിടികിട്ടിയോ ആ കാര്യം? ഈ റിലേഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് പുതുതായിട്ടൊരു 3 ടേംസും കൂടെ പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡൊമൈൻ. എന്താണ് ഡൊമൈൻ? സെക്കൻഡ് വൺ റേഞ്ച് ആൻഡ് തേർഡ് വൺ കോഡൊമൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത 3 ടേംസ് ഏതൊക്കെയാണ്? ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ. അപ്പൊ എന്താണ് ഡൊമൈൻ എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇപ്പോ ഇവിടെ നമുക്കൊരു റിലേഷൻ കാണാം അല്ലെ? നമുക്ക് ഈ റിലേഷൻ വെച്ചുകൊണ്ട് തന്നെ പറയാം. ഒരു റിലേഷൻ കാണാം. ഈ റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. സ്വാഭാവികമായിട്ടും എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡേഡ് പെയർസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ഇമേജ് അതുപോലെ പ്രീ ഇമേജ് ഇതെല്ലാം ഒരു എലമെന്റിനെ വെച്ചുകൊണ്ടാണ്, ഒരു ഓർഡേഡ് പെയറിനെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ റിലേഷനിലെ എല്ലാ ഓർഡേഡ് പെയർസും കൺസിഡർ ചെയ്യണം. എത്ര എലമെന്റ്സ് ഉണ്ടോ അതെല്ലാം കൺസിഡർ ചെയ്യണം. എല്ലാ ഓർഡേഡ് പെയർസും കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡൊമൈൻ. അപ്പൊ എന്താണ് ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷനിലെ എല്ലാ ഓർഡേഡ് പെയർസും കൺസിഡർ ചെയ്യുമ്പോഴും അതിനകത്തെ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ്, അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഡൊമൈൻ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് ഓർഡേഡ് പെയർ ഇൻ എ റിലേഷൻ. ഓക്കെ ആണല്ലോ? ഒരു റിലേഷനകത്തെ ഓർഡേഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ് ആണ് ഡൊമൈൻ. അപ്പൊ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതൊരു സെറ്റ് ആണ്. നോക്കിയേ, ഇത്രയും ഓർഡേഡ് പെയർസ് കൺസിഡർ ചെയ്യണം. അവിടെ ഏതൊക്കെ വരും? എ വരും, ദെൻ വീണ്ടും എ ആണ്. അപ്പം നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എലമെന്റ്സ്. ദെൻ ബി. സെറ്റ് എ ബി ആണ് ഈ റിലേഷനിലെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റേഞ്ച് എന്താണെന്ന്. വളരെ സിമ്പിൾ ആയിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ് ഡൊമൈൻ ആണെങ്കിൽ സെക്കൻഡ് എലമെന്റുകളുടെ സെറ്റ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? അപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു റിലേഷനിലെ എല്ലാ ഓർഡേഡ് പെയർസും കൺസിഡർ ചെയ്യുക. അവിടുത്തെ സെക്കൻഡ് എലമെന്റുകളുടെ സെറ്റ് ആണ് റേഞ്ച്. റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ് ഓഫ് ദ ഓർഡേഡ് പെയർസ് ഇൻ ദ റിലേഷൻ. അപ്പൊ നോക്കുക, എന്താ പറഞ്ഞേക്കുന്നത്? ഒരു റിലേഷനിലെ എല്ലാ ഓർഡേഡ് പെയർസും കൺസിഡർ ചെയ്യുന്നു. അതിലെ സെക്കൻഡ് എലമെന്റുകളുടെ സെറ്റ് ആണ് ഇവിടുത്തെ റേഞ്ച്. അപ്പൊ ആ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഇവിടെ ഏതാ വരുന്നേ?
അനു ആൻഡ് ബിൻ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. കിട്ടുന്നുണ്ടോ? അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ച 4 ടേംസ്? ഇമേജ് പഠിച്ചു, പ്രീ ഇമേജ് പഠിച്ചു, ഡൊമൈൻ പഠിച്ചു, റേഞ്ച് പഠിച്ചു. ഇനി ഇമേജിന്റെയും പ്രീ ഇമേജിന്റെയും ടേംസിൽ ഈ ഡൊമൈനിനെ റേഞ്ച് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് എലമെന്റുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഫസ്റ്റ് എലമെന്റുകളുടെ ഇമേജസ് അല്ലയോ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത്? അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ ഇമേജസ് ഓഫ് എ റിലേഷൻ എന്നും എന്തിനെ പറയാം? റേഞ്ചിനെ പറയാം. സെറ്റ് ഓഫ് ഓൾ ഇമേജസ് ഓഫ് എ റിലേഷൻ ആണ് റേഞ്ച്. സെറ്റ് ഓഫ് ഓൾ പ്രീ ഇമേജസ് ഓഫ് എ റിലേഷൻ ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. കിട്ടുന്നുണ്ടോ? അതായത് പ്രീ ഇമേജുകളുടെ സെറ്റ് ആണ്, കളക്ഷൻ ആണ് എന്ന് പറയുന്നത് ഡൊമൈൻ. അതുപോലെ ഇമേജുകൾ, റിലേഷനിലെ ഇമേജുകളുടെ കളക്ഷൻ ആണ് റേഞ്ച്. ഇനി ഒരു കാര്യം ഇവിടെ പറയാനുണ്ടല്ലോ, എന്താണ് കോഡൊമൈൻ എന്താണെന്നുള്ളതാ പറയാനുള്ളത്. എന്താണ് കോഡൊമൈൻ എന്ന് വെച്ചാൽ നമുക്കിവിടെ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബിയിലേക്കല്ലേ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിലെ സെറ്റ് ബി അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുന്നത്. അതിപ്പോ എങ്ങനെയോ ആയിക്കോട്ടെ, എ എന്ന് പറയുന്ന ഇപ്പൊ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിലെ സെക്കൻഡ് സെറ്റിനെ, ദ ഹോൾ സെറ്റ്, സെക്കൻഡ് സെറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? കോഡൊമൈൻ. അപ്പൊ ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ കോഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം, ഇതിനകത്ത് എല്ലാ എലിമെന്റ്സും വരും. ആ സെറ്റ് ബി തന്നെയാണ്. അപ്പം അനു, ബിനു, ആൻഡ് ദിയ. അവിടെ ഇമേജോ പ്രീ ഇമേജോ ഒന്നും വരുന്നത് നോക്കണ്ട. ആ സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് അതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് കോഡൊമൈൻ. അപ്പൊ നമ്മള് 5 ടേംസ് പഠിച്ചു: ഇമേജ്, പ്രീ ഇമേജ്, ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻസ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ഇത് ഇതുപോലെ ഒരു മാറ്റവും ഇല്ലാതെ നമുക്ക് ഫംഗ്ഷനകത്ത് പഠിക്കാനുണ്ട്. ഫംഗ്ഷനകത്താണ് ഇതെല്ലാം കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഡൊമൈനും റേഞ്ചും ഒക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഫംഗ്ഷനകത്താണ്. ശരിക്കും ഫംഗ്ഷന്റെ ഒരു തുടക്കമാണ് റിലേഷൻ എന്ന് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.